مركز مأوى القادم مركز رمز المكارم مركز مأوى القادم مركز رمز المكارم Salute humanity, soulmates softly chant this song. Be a part of our mission, be the light that illuminates. Markaz shaping a culture, Markaz love for all the nature. Markaz shaping a culture, Markaz love for सारे वतन में जाना संदेश हमारा देना साथियों से प्यार बनाना शांति दूध जैसा जीना സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് മർക്കദു സഖാഫത്തി സുന്നിയയും സമസ്ത കേരള സുന്നി യുവജന സംഘവും SSFുമെല്ലാം വിഭാവനം ചെയ്യുന്ന ആശയം വളരെ ലളിതമാണ്. അൽ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബത്ത് വെക്കാൻ മുസ്ലിമീങ്ങൾ മുന്നോട്ട് വന്നാൽ മുസ്ലിമീങ്ങൾ ഒന്നാണ്. ആ നേതാവിനെ പ്രിയം വെക്കുകയും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും അവിടുന്ന് കൊണ്ടുവന്ന ആദർശത്തെ മുറുകെ പിടിക്കുകയും റബീഉൽ അവ്വൽ ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ ആ തിരുദൂതരുടെ മദ്ഹുകൾ പറഞ്ഞ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന മുസ്ലിമീങ്ങളുടെ പരമ്പരാഗത രീതി ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരിക്കലും തന്നെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാവുകയില്ല. മർക്കദു സഖാഫത്ത് സുന്നിയയുടെ സമ്മേളനം 2 വർഷം കൂടുമ്പോൾ ഇവിടെ നടക്കുന്നു. ഒരു വർഷം മർക്കസിൻ്റെ സമ്മേളനം സനദ് നൽകിക്കൊണ്ട് വിപുലമായ പരിപാടികളോടെ മെയിൻ ക്യാമ്പസിൽ നടക്കുമ്പോൾ അടുത്ത വർഷം മീലാദുർ റസൂലിൻ്റെ അന്തർദേശീയ സമ്മേളനം കോഴിക്കോട്ട് നടത്താറുണ്ട്. ആ സമ്മേളനം തന്നെ വിരൽ ചൂണ്ടുന്നത് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെക്കലും ആ തിരുനബിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ
എല്ലാവരും ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ നീണ്ട ഒരു സ്വാഗതത്തിന് ഉദ്ദേശിക്കുന്നില്ല. അംബാസഡർമാർ, അറബ് നാടുകളിലുള്ള പ്രഗത്ഭരായ പ്രമുഖരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈത്ത്, മലേഷ്യ, ഈജിപ്ത്, ബഗ്ദാദ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നായി, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള നാടുകളിൽ നിന്നുള്ള പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളും വിലപ്പെട്ട ഉപദേശങ്ങൾ ഇവിടെ പങ്കുവെക്കുന്ന ഈ ഘട്ടത്തിൽ നീണ്ട പ്രഭാഷണം ഞാൻ ചെയ്യുന്നില്ല. മർക്കദു സഖാഫത്തി സുന്നിയ അതിൻ്റെ വാർഷികം ആചരിക്കുമ്പോൾ അത് കേവലം ഒരു ചൊല്ലിക്കഴിക്കലല്ല എന്നും അത് ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ നന്മകൾ സമ്മാനിക്കുന്ന സമ്മേളനമാണ്. ذو همة تخرق العادات في قدم كذلك القول والأخلاق والفكر وجل من يكثر الأعمال صالحة فإنها قاصرات نفعها حصر أما الذي منه فالأنفاس عاملة وقلبه في أمور الدين مفتكر أهلا بكل زعيم ثم مشيخة وكل حفل لهم من حبنا الزهر ثم الصلاة على طه الحبيب وآل والصحابة في آثارهم نفروا. നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ തൗഫീഖ് ചെയ്ത അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, 4 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കാനും സംസാരിക്കാനും സാധിക്കാതെ അടങ്ങിയിരിക്കുന്ന വ്യക്തി, അതേ സമയത്ത് നമ്മുടെ മുൻഗാമി ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി നബ്ബറല്ലാഹു മർക്കദഹു വജമഅനാ മഅഹു ഫി മുസ്തഖബിർ റഹ്മ, ആ മഹാൻ്റെ ഇന്ന് നിലവിലുള്ള പുത്രന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കൂറത്തങ്ങൾ അറിയപ്പെടുന്ന സയ്യിദ് മുഹമ്മദ് ഫضൽ കോയമ്മ, അദ്ദേഹം നിർബന്ധിച്ച് എന്നെ എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായത്. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിനും നമുക്കുമെല്ലാം അല്ലാഹു തആല ദീനീ സേവനത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പാശ്ചാത്തലവും സംഗതികളും സംസാരിക്കാൻ ഇപ്പോൾ സമയവും അവസരവും ഇല്ല. മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായിരിക്കുന്ന ഈ പ്രസ്ഥാനം, കണ്ണുപോയാലറിയാം കണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലത്തിന് മുമ്പുള്ള കേരളത്തെയാണ് മനസ്സിൽ കാണേണ്ടത്. അത് കാണുന്ന അവസരത്തിൽ സമസ്ത ജമിയത്തുൽ ഉലമ, അതുപോലെ അതിൻ്റെ ഘടകമായ സുന്നി യുവജന സംഘം എന്നീ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സേവനം നമുക്ക് വിലയിരുത്താൻ കഴിയും. നിശ്ചയദാർഢ്യമില്ലാതെ അങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു സമുദായത്തിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം 1951 അടിയുറപ്പിച്ച് നിർത്തി. ലോകത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രസ്ഥാനം. അതോടൊപ്പം തന്നെ യുവജനങ്ങളെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ മനുഷ്യത്വപരമായിരിക്കുന്ന സേവനത്തിൽ നിരതരാക്കാനായി 1954 രൂപീകരിച്ചതാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനം ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമായി മാറ്റുന്നതിൽ മർക്കസിനുണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. وهذه الحقائق الثلاثة يغفل عنها كثير من الناس، ومن أجل ذلك يختلفون. نعم، مرة أخرى. الحقيقة الأولى
أن الإسلام اسم جامع لكافة الأديان التي نزلت على الأنبياء والرسل من آدم إلى سيدنا محمد النبي الخاتم عليه وعليهم أفضل الصلاة وأزكى التسليم. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽ ഇന്നുവരെ വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാവും പ്രബോധനം ചെയ്തിട്ടതിൻ്റെ ആകത്തുകയാണ്. ഇസ്ലാം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വലിയ ഒരു പ്രവാഹമാണ്. الحقيقة الثانية أن أمة الإسلام كانت تتكون ولا تزال من كافة الأمم التي آمنت بالأنبياء والرسل والرسالات السماوية وليس أمة دون غيرها. ഇസ്ലാം എന്നത് എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സമുദായമാണ്. പ്രത്യേകം ഒരു ജനതയല്ല, എല്ലാ സമൂഹങ്ങളിൽ നിന്നും പരിശുദ്ധ ദീനിൻ്റെ ശാദ്വല തീരത്തിലേക്ക് ഒരുപാട് പേർ വന്നെത്തിയിട്ടുണ്ട്. الحقيقة الثالثة أن الله قد منح الإنسانية ولا يزال يمنحها قيم العدل والخير والجمال والسلام والمحبة وما يتفرع عنها من قيم أخرى كالصدق والإخلاص والأمانة إلى آخره من القيم. لقد جعل الله لهذه القيم ثمرات في الدنيا وجعل أعظم ثمرة لها في الآخرة وهي الجنة التي فيها ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് വലിയ മാനുഷിക മൂല്യങ്ങളും ധാർമ്മിക ആശയങ്ങളുമാണ്. സമാധാനവും സുരക്ഷിതത്വവും ജീവകാരുണ്യവും സമഷ്ടിഭാവവും സാഹോദര്യവുമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്രയായി അള്ളാഹു ലോകത്ത് നിലപ്പിൽ വരുത്തിയിട്ടുള്ളതും നമുക്ക് തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതും. അത് ഇഹലോകത്തിൻ്റെ നന്മയാണെങ്കിൽ പാരത്രിക ലോകത്തെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അതെത്തിച്ചേരുകയാണ്. അത് മഹത്തായ സ്വർഗം തന്നെയാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനകത്തും ഭാവനകൾ കൊണ്ട് വിരിയിച്ചെടുക്കാൻ കഴിയാത്ത വലിയ നേട്ടങ്ങളുടെ ആകത്തുകയാണ് സ്വർഗം എന്നത്. وما نحتاج إليه اليوم هو تذكر لهذه الحقائق الثلاث وتذكير بها فقط. تذكر وتذكير بها فقط. ഈ മഹത്തായ മൂല്യങ്ങളെ ശരിയാം വണ്ണം പഠിക്കുകയും മറ്റുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരേ ഒരു വസ്തുതയാണ് ഇന്ന് നമ്മുടെ എല്ലാം ചുമതലയായി ഉള്ളത്. فإن كنا لذلك فاعلين رزقنا الله حسن التعامل مع بعضنا البعض ونلنا السعادة في هذه الدنيا وسوف ننالها في الآخرة إن شاء الله وبدون شك في ذلك. ഈ ഒരു ദൗത്യം നാം നിർവഹിക്കുമെങ്കിൽ നമ്മളാണ് വിജയികൾ, നമ്മളാണ് ഉത്തമരായി ലോകത്ത് സൗഭാഗ്യങ്ങൾ നേടുന്നത്. അതുകൊണ്ട് നമുക്ക് പരലോകത്തും വലിയ നേട്ടമാണ്. അതുതന്നെയായിരിക്കണം നമ്മുടെ എപ്പോഴത്തെയും ചിന്തയും പരിശ്രമവും. وإن لم نفعل وقعنا في خلل كبير سوف يأخذ منا وقتا طويلا في إصلاحه قد تذهب فيه حياتنا سدى إن لم يتداركنا الله فيه برحمته. ഈ രംഗത്ത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ അനാസ്ഥ സംഭവിച്ചു പോയാൽ അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആയിരിക്കും. ആ പരാജയത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ജീവിതം അലസമായി പോകും, അത് പരാജയത്തിൽ ആകപ്പാടെ മുങ്ങിപ്പോവുകയും ചെയ്യും. And you, the students of this institution of learning, are going to be the soldiers of this markaz once you're graduated, not just in India, but throughout the world. നിങ്ങൾ
ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് നൽകിയ വിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഈ വെളിച്ചം ഇവിടെ മാത്രം നിലനിന്നാൽ പോരാ, അത് ലോകത്ത് മുഴുവനും എത്തേണ്ടതാകുന്നു എന്ന കാര്യം ഓർക്കണം. The Kingdom of Saudi Arabia has a deep-rooted relationship with India. സൗദിയിലെ ഭരണാധികാരികൾക്ക് ഇന്ത്യയുമായി വളരെ അഗാധമായ ബന്ധമുണ്ട് എന്ന കാര്യം ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. We have a very strong bond and ties, and especially with you people in Kerala. ഞങ്ങൾക്ക് സൗദി അറേബ്യയിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനതയുമായി നിങ്ങളുമായി വളരെ അങ്ങേ അറ്റത്ത ആയത്തിലുള്ള ബന്ധമാണുള്ളത്. We love the people of India, we love the Muslims of India, because India has given the rights of religious equality. ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടാകാനുള്ള കാരണം ഇന്ത്യയിലെ ജനങ്ങൾ വളരെയധികം സ്നേഹമുള്ളവരാണ്, സാഹോദര്യമുള്ളവരാണ് എന്നതിനാലാണ്. And I'm sure that you as students, many of you must have read Fable's story of Treasure Island. അതുപോലെ തന്നെ നിങ്ങൾ ആ ഇന്ത്യയെ മൊത്തം പ്രതിനിധീകരിക്കുന്ന സാഹോദര്യത്തിന്റെ സന്ദേശം ലോകത്തിന് മുഴുവൻ നൽകാൻ പര്യാപ്തവുമാണ് എന്ന കാര്യം എനിക്ക് ബോധ്യമുണ്ട്. Although Jannah is a greater treasure that any one of you can imagine, the journey to paradise, as explained in the Holy Quran and given by the teachings of the Prophet Muhammad sallallahu alaihi wasallam, is a much more easier journey than that of Treasure Island found in Fables, where the seekers have to find the path on their own. സ്വർഗം അതിനു വേണ്ടിയാണല്ലോ നമ്മളൊക്കെ അധ്വാനിക്കുന്നത്. ശരിയാണ്, ആ സ്വർഗം നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറമുള്ളതാണ്. അങ്ങോട്ടുള്ള യാത്ര വളരെയധികം സുദീർഘമാണ്. എന്നാലും ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ, കെട്ടുകഥകളിൽ പറയപ്പെടുന്ന ഏതോ അജ്ഞാതമായ ദ്വീപുകളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ആ നിധികൾ തേടിയുള്ള കെട്ടുകഥകളിലെ യാത്ര പോലെയല്ല, അതിനേക്കാൾ വളരെ എളുപ്പമുള്ളതാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. Here in Islam and as Muslims, we have been shown that path, and we have been taught through prophetic examples how to travel on that path. സ്വർഗത്തിലേക്ക് ഉള്ള പാത, ആ മാർഗം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. It requires the belief in one God, Allah subhanahu wa ta'ala, and in his beloved Prophet Muhammad sallallahu alaihi wasallam. വിശ്വാസം നന്നാക്കിക്കൊണ്ട് ഏകദൈവത്തിൽ സുദൃഢ വിശ്വാസമുണ്ടാകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം ശരിയായ രീതിയിൽ ഒരു മുസ്ലിം കൊണ്ടു നടക്കുകയും ചെയ്താൽ, It requires sacrifice and self-control. തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അറുതി വരുത്താൻ അവൻ തയ്യാറാകുന്ന പക്ഷം, It requires patience and perseverance. അതേപോലെ തന്നെ അവന് ക്ഷമയും സംയമനവും കൈവരിക്കാൻ സാധിച്ചാൽ, It requires a total obedience to Allah subhanahu wa ta'ala and submission to the will and of our Creator Allah azza wa jal. അതുപോലെ തന്നെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് അവൻ അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം, It requires hard work and a firm commitment. അതേപോലെ തന്നെ ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിക്കാൻ കാര്യക്ഷമമായി അവൻ തയ്യാറായാൽ, It requires giving up instant satisfaction for a full, complete fulfillment of the world to come. In that satisfaction, so we may have salvation. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ പൂർണ്ണമായി ഒരു മുസ്ലിം തയ്യാറാകുന്ന പക്ഷം അവന് നേരത്തെ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാകുന്നതാണ്. Yes, the path is not simple because there are stumbling blocks and thorns in the path. But Allah subhanahu wa ta'ala says in the Holy Quran, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ
and we will cause you loss of your lives and your crops and in your wealth. As to those who stand firm and say we believe in Allah, then Allah sends down the angels to protect you and say, fear not nor grieve. We are your protectors in this world and in the hereafter. അതെ, സ്വർഗത്തിലേക്കുള്ള വഴി ഒരൽപ്പം ദുർഘടം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് ഇലാ ആഖിരിൽ ആയ. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിക്കൊണ്ട് നിങ്ങളുടെ വഴിയിലുണ്ടാകും. പക്ഷേ അത് തരണം ചെയ്യാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്ന പക്ഷം അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. لقول النبي صلوات الله وسلامه عليه حينما وصف اجتماع المؤمنين وتآلفهم واجتماع كلمتهم بقوله ترى المؤمنين في توادهم وتراحمهم وتعاطفهم كمثل الجسد إذا اشتكى منه عضو تداعى له سائر الجسد بالسهر والحمى. إخوة الإيمان، إن العلاقة التي تربط المؤمنين توحد بين المسلمين من مشارق الأرض ومغاربها، بل تجمع دعوة لا إله إلا الله محمد رسول الله بين الأرض والسماء، بين المشرق والمغرب، بين آدم عليه السلام ومحمد صلوات الله وسلامه عليه ومن جاء من بعدهم من أولياء الله الصالحين إلى أن يرث الله الأرض ومن عليها. مركز مأوى القادم، مركز رمز المقارم، مركز مأوى القادم، مركز رمز